നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു സ്കിൻ വൈറ്റനിങ് ബീട്രൂട്ട് ജെൽ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ ഇതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ്സും ലൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ബീട്രൂട്ട് ജെല്ല്. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് സാധാരണ എളുപ്പത്തിൽ അലോവേര ജെല്ലും ബീട്രൂട്ട് ജ്യൂസും എടുത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു ജെല്ല് ഉണ്ടാക്കാം. എന്നാൽ അത് ഒരാഴ്ചയിൽ കൂടുതലൊന്നും വച്ചിരിക്കാൻ പറ്റില്ല, ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. ഇത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലാളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർട്ട് ചെയ്യും. ആയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബീട്രൂട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ബീട്രൂട്ട് വേണമെന്നില്ല, ചെറിയ ബീട്രൂട്ട് മതി. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഞാൻ തൊലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിങ്ങനെ ബീട്രൂട്ടെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് പകുതിയേ എടുത്തിട്ടുള്ളൂ, ചെറുതാണെങ്കിൽ ഒന്നെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കണം. അത് DM വാട്ടർ ഒഴിച്ചാണ് അടിച്ചെടുക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. DM വാട്ടർ ഒഴിച്ച് കുറച്ചൊഴിച്ച് നമുക്ക് അരയ്ക്കുന്ന അളവിന് ഒഴിച്ച് നന്നായിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം. അപ്പം ഞാനിങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിപ്പിലോ തുണിയിലോ വെച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ സ്ക്യൂസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 50 ഗ്രാം ജെല്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ജ്യൂസ് എടുത്ത് ആദ്യം നമുക്ക് സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ 50 ml ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് സോഡിയം ബെൻസോയേറ്റ് ആണ്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എക്സ്ട്രാക്റ്റ് നിന്ന് ബീട്രൂട്ട് എക്സ്ട്രാക്റ്റും തനി കിട്ടും. അത് വാങ്ങി വെച്ചാൽ നമുക്ക് ഈ പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ വീട്ടിലുള്ള സാധനം എടുത്ത് ഡയറക്റ്റായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതുകൊണ്ട് സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്ത് തന്നെ നമ്മൾ പ്രിസർവ് ചെയ്ത് തന്നെ വയ്ക്കണം. ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. നമ്മൾ ലാസ്റ്റിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്താൽ പോലും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും. അത് കാരണം നമുക്കിനി ഇതിലേക്ക് സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സോഡിയം ബെൻസോയേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഫുഡിലൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി പോലും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് സ്കിന്നിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല. അപ്പോൾ നമ്മളിവിടെ 50 ഗ്രാം ജെല്ലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെയും താഴെ ഇത്ര മതി. ഒരു 0.5 to 6 ഗ്രാമൊക്കെ ആഡ് ചെയ്താൽ മതി. ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആവും. ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ പ്രിസർവ് ചെയ്യാം. പ്രിസർവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കാർബോമറാണ്. അപ്പോൾ നമ്മൾ 50 ഗ്രാം ജെല്ല് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഒരു 0.60 ഗ്രാം ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ കാർബോമർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു 0.60 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 0.60 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അങ്ങനെ പെട്ടെന്ന് മിക്സ് ആവില്ല. നമ്മൾ മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ കാണാം. ആയിട്ടുണ്ട്. നമ്മുടെ കാർബോമറൊക്കെ ഇവിടെ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ട്രൈ എത്തനോലമേ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് തന്നെ ഒഴിക്കണം. ഒരേ അടിയെ ഒഴിച്ച് കളയരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് തിക്കായി വരുന്നുണ്ട്. ഇനി ഒരു തുള്ളി കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഇത് നമ്മുടെ ഒരു ജെൽ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് ലിബം ഒരു ജെൽ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടതാണ്.
അപ്പോൾ നമ്മുടെ ഫിനോക്സി എത്തനോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 50 ഗ്രാം ജെല്ലല്ലേ എടുത്തത്, അപ്പോൾ ഒരു 5 തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 5 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ബീട്രൂട്ട് ജെൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോട്ടിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് ജെല്ല് കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് ജെല്ല് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് രാത്രിയിൽ ഫേസ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ഒരു 5 ഡ്രോപ്സ് അല്ലെങ്കിൽ 10 ഡ്രോപ്സ് ഗ്ലിസറിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നിങ്ങൾ തീർച്ചയായും ആഡ് ചെയ്യുക. അതിനുശേഷം ഇതൊന്നും എടുത്ത് മസാജ് ചെയ്തതിന് ശേഷം അങ്ങനെ അതിനെ വിടുക. എന്നിട്ട് രാവിലെ നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.